ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ അല്ല, ഞങ്ങളുടെ ഈദ് ഹോളിഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ജുബൈയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുവാണ്. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ അവരിങ്ങോട്ട് വരും. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങൾ 12 പേരായിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ഫാം വിസിറ്റ് ചെയ്യണം, ഒരു ഹിൽ വിസിറ്റ് ചെയ്യണം, ബോട്ടിംഗ് വേണം, ഷിപ്പിംഗ് വേണം, പിന്നെ മോൾ വിസിറ്റ് ചെയ്യണം, ഫുഡ് കഴിക്കണം. പക്ഷേ ഇതിൽ ഒന്നും നടക്കുന്ന കോളില്ല. കാരണം പുറത്ത് അത്രയ്ക്കും ചൂടാണ്. ചെന്ന് ചിലപ്പോൾ ഫുഡ് മാത്രം കഴിച്ചിട്ട് തിരിച്ചു പോരേണ്ടി വരും എന്ന് തോന്നുന്നു. ഈ ചൂടത്ത് ഫാം വിസിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കും. പക്ഷെ എന്തായാലും ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സന്തോഷത്തിന് ഒരു കുറവുമില്ല. ഞങ്ങളെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ചു വരും. ആദ്യം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങുവാണ്. ഇത് ലീന, സ്മിത ബാബു, സ്മിത ആർ, ഇത് മെർലി, ഷൈനി, ചിത്ര, നാദിയ, സ്മിത രജിത്ത്, ഡിംപിൾ, ജയ, അപർണ, പിന്നെ ഇത് ഞാൻ തന്നെ. ഞങ്ങൾ റോയൽ മലബാറിലാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. സമയം ഏതാണ്ട് 12 മണിയായി. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കുവാണ്. അപ്പോൾ ഞങ്ങളെല്ലാം അങ്ങ് മേളിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ അവിടെ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സീറ്റിനൊന്നും ബുദ്ധിമുട്ടില്ല. ഇനി മെനു നോക്കി ഓർഡർ ചെയ്യുന്ന ബഹളമാണ്. കുറച്ച് പേർക്ക് ഊണ് മതി, ഇനി കുറച്ച് പേർക്ക് അല്ലാത്ത നാനും മറ്റ് സാധനങ്ങളൊക്കെ മതി. അപ്പോൾ അതിൻ്റെ ബഹളമാണ്. एक बटर चिकन चाहिए. बटर चिकन स्पाइसी नहीं रहेगा, चलेगा? नहीं स्पाइसी नो प्रॉब्लम. तो एक स्पाइसी वाला एक रीड करो. ഞങ്ങളുടെ ഓർഡർ എടുക്കാൻ വന്ന ആളിനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പരുവാക്കി. പക്ഷെ എന്തായാലും നല്ല ക്ഷമയുള്ള മനുഷ്യൻ ക്ഷമയോടുകൂടെ എല്ലാം കേട്ട് എഴുതിയെടുത്തു. നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട് മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുണനെ, ഉപ്പിലിട്ട് മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുണനെ, അയല പൊറുത്തതുണ്ട് കറി. ഫുഡ് വരാൻ ലേറ്റായപ്പോൾ ഇവിടെ പാട്ടും ബഹളവുമായി. അത് കണ്ട് പേടിച്ചിട്ടായിരിക്കാം അവർ വേഗം കൊണ്ടുവന്ന് വിളമ്പി. അപ്പോൾ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്ത് എല്ലാവരും ഇങ്ങനെ കഴിക്കുവാണ്. പല വെറൈറ്റി ചിക്കൻ ഓർഡർ ചെയ്തു. കൂട്ടത്തിൽ ഒരു മീൻ പൊള്ളിച്ചതും ഓർഡർ ചെയ്തു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. ഇനി എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ചോദ്യം. വേറെ എങ്ങും പോകാൻ പറ്റത്തില്ല, അത്രയ്ക്കും ചൂടാണ്. പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം ആകെ പോകാൻ പറ്റുന്നത് ഇവിടെ അടുത്തുള്ള ഒരു വലിയ മോളുണ്ട്, ഗലേറിയ മോള്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഗലേറിയ മോളിനുള്ളിൽ കയറി. എന്തൊരാശ്വാസം! പുറത്തെ ചൂടിൽ നിന്നൊരാശ്വാസം കിട്ടി. ഇനി ആർക്കും പ്രത്യേകിച്ച് ഒരു പ്ലാനൊന്നുമില്ല, പ്രത്യേകിച്ച് ഷോപ്പിങ്ങുമില്ല. പിന്നെ സമയം പാഴാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞങ്ങൾ തെണ്ടി നടക്കുവാണ്. പിന്നെ ഇപ്പം മോളിനകത്തും തിരക്ക് കുറവാണ്, കാരണം ചൂടല്ലേ. അപ്പം അധികം ആൾക്കാരാരുമില്ല. അപ്പം ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഇടവും കണ്ട് അങ്ങനെ ഇരിക്കുവാണ്. ഇത് അവരുടെ ഗെയിം സെൻ്ററാണ്. വൈകുന്നേരമായ കുഞ്ഞുങ്ങളെ കൊണ്ടങ്ങ് നിറയും. ഇപ്പോൾ ആരുമില്ല. ഇത് അവരുടെ ഒരു ഫുഡ് കോർണറാണ്. എവിടെയും എങ്ങും അധികം ആരുമില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അവരൊക്കെ ഇച്ചിരി കൺസർവേറ്റീവാണ്. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ആൾക്കാരില്ലാത്ത സ്ഥലം നോക്കി ഒക്കെ ഫോട്ടോ എടുക്കുവാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ബീച്ച് കാണാം. നമ്മൾ അങ്ങോട്ട് ഇറങ്ങണം, പക്ഷെ കുറച്ച് കഴിയും. അപ്പോൾ ഇതേണ്ട ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് കണ്ടു. അതിനകത്ത് ഓഫറൊക്കെ കണ്ടിട്ട് കയറിയതാണ്, പക്ഷേ ഒന്നും മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ ഇനി താഴോട്ട് ഇറങ്ങുവാണ്. താഴെ ഇനി തുണിക്കടകളും ഒക്കെ ഉണ്ട്. എല്ലാം എവിടെയൊക്കെ പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. സമയം 4 മണിയായി. ഞങ്ങളെന്തായാലും ബീച്ചിലേക്ക് ഇറങ്ങി. ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യ. അവിടെയെങ്ങും ഞങ്ങളല്ലാണ്ട് വേറെ ഒരു പുഴുക്കൾ പോലും ഇല്ല കേട്ടോ. ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോയും ഒക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് റീലൊക്കെ എടുത്തു. മോളിനകത്ത് വെച്ചും കുറച്ച് റീലൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഞങ്ങളങ്ങനെ നിൽക്കുവാണ്. ഞങ്ങൾക്ക് 7 മണിക്ക് തിരിച്ച് ദമാമിലെത്തണം. 1 അവറിൽ കൂടുതൽ ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്.
അപ്പം കുറച്ച് സമയം വെള്ളത്തിലിറങ്ങി ചിലവഴിച്ച് തിരിച്ചു പോരാമെന്ന് വിചാരിച്ചു. നല്ല തെളിഞ്ഞ വെള്ളമാണ്. നമ്മുടെ നാട് പോലെ വലിയ തിരയൊന്നുമില്ല കേട്ടോ, അങ്ങനെയുള്ളതാണ്. അപ്പം നല്ല ഭംഗിയുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ പദ്ധതികളും ഞങ്ങളുടെ പ്ലാനിങ്ങുകളെല്ലാം എന്താ പറയുക, കായംകുളം വാള് മലപ്പുറം കത്തി എന്നൊക്കെ പറഞ്ഞതുപോലെ എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. കടലിൽ നിന്ന് കയറി ഞങ്ങൾ കുറച്ച് പേര് കോഫി, കുറച്ച് പേര് ഐസ്ക്രീമൊക്കെ കുടിച്ച് തിരിച്ചു പോവുകയാണ്. ഈ അകലെ കാണുന്നത് ഓയിൽ റിഫൈനറിയാണ്. ഇവിടെ ഒത്തിരി ഓയിൽ റിഫൈനറീസ് ഉണ്ട്. ജുബൈൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്. അങ്ങോട്ട് പോയാലും കാണാൻ ഒത്തിരി ഉണ്ട്. അപ്പം നമുക്ക് സമയമായി. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും ഞങ്ങളുടെ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ.